നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്തൂരി അടുപ്പിൽ വെച്ച് നൈനാസ് രാഹ്നി എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്ന പ്രസ്ഥാനമായത്. അഖിലേന്ത്യാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്നു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തു ജീവപര്യന്തം തടവും മറ്റു കാര്യങ്ങളും എല്ലാം. ഇതിപ്പോ സംസ്ഥാന പ്രസിഡന്റായപ്പോ ഇങ്ങനെ, ഇത് അഖിലേന്ത്യാ തലത്തിലേക്ക് വരുമ്പോ എങ്ങനെയാകുമായിരുന്നു? കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി, ആ കല്യാണിക്കുട്ടി അമ്മയെ എത്ര ബഹുമാനത്തോടെയാ കേരളം കണ്ടേ? അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അതുപോലെ അവരുടെ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായില്ലേ? അതുപോലെ എത്രയോ സാഹചര്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഇവിടെ എടോ ഗോവിന്ദ, എടോ വിജയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെല്ലാം ബഹുമാനത്തോടെ കാണുന്ന പല നേതാക്കന്മാരെ അഡ്രസ്സ് ചെയ്യുമ്പോഴും എല്ലാം പോട്ടെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് കഴിഞ്ഞ 8 വർഷമായി കൊടുക്കുന്ന ആ പൊതിച്ചോറുണ്ടല്ലോ, ആ വയറെറിയാതെ മിഴി നിറയാതെ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന, മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കൊടുക്കുന്ന പൊതിച്ചോറ്, അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞേ? ഇതിന് പിന്നിൽ എന്താണെന്നാണ് പറഞ്ഞത്? അനാശാസ്യമാണെന്നാ പറഞ്ഞത്. കരുൺകുമാർ, കോൺഗ്രസിന് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് അവകാശപ്പെടാൻ രാഹുലിനെ രാജിവെപ്പിച്ചാൽ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ ശക്തമായ നിലപാട് ഇപ്പോൾ എടുക്കുന്നു. രാജി അനിവാര്യമാണെന്ന നിലപാട് അദ്ദേഹത്തിനുണ്ട്. ഇത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്ത വിഷയമാണ് എന്ന അഭിപ്രായം ഈ നാട്ടിലില്ലെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലപാടുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അതിൻ്റെ ഇന്റേണലായ ആലോചനകളിൽ തന്നെ ശക്തമായ നടപടി അനിവാര്യമാണ് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് എന്ന്. ഇവിടെ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നത് മാത്രമല്ല, കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ന്യായീകരിക്കാൻ കിടന്ന് പാടുപെടുന്നത് കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. അദ്ദേഹം പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുക വി ഡി സതീശനെ. ശ്രീ വി ഡി സതീശൻ എന്താ പറഞ്ഞേ? എന്റെ മുന്നിൽ പരാതി കിട്ടി, പരാതി പറഞ്ഞു, ഒരു പിതാവ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഞാൻ ആ പരാതി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറയാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഒറ്റ പരാതിയും കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന പരാതി കോൺഗ്രസിന് കിട്ടിയതല്ല എന്ന് വിലയിരുത്തണമോ? ഇപ്പൊ അടുത്ത കാലത്ത് ഈ കോൺഗ്രസ് ഡിഫൻസിലായ ഏതൊക്കെ വിഷയങ്ങളുണ്ട്? ആ വിഷയത്തിലെല്ലാം ഒരു ഭാഗത്ത് ഈ യുവ MLA ഇല്ലേ? സ്വന്തം സംഘടനയിലെ തെരഞ്ഞെടുപ്പ് വരെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ചേർത്ത് രജനീകാന്തിന്റെയും വിജയുടെയും കമലഹാസന്റെയും എല്ലാം വോട്ട് ചേർത്ത് വിജയിച്ചു വന്ന ആദ്യത്തെ കാര്യം. ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച പണം മുഴുവൻ കോടിക്കണക്കിന് രൂപ ഞങ്ങൾ പിരിച്ചു കൊടുത്തു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. അത് കൂട്ടി നോക്കിയപ്പോൾ 10 കോടി 12 കോടി, ആകെ 88 ലക്ഷം കിട്ടിയുള്ളൂ. ആ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഡിഫൻസിൽ പോയപ്പോഴും ഒരു ഭാഗത്ത് ഈ യുവ MLA ഇല്ലേ? അതുപോലെ കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി, ആ കല്യാണിക്കുട്ടി അമ്മയെ എത്ര ബഹുമാനത്തോടെയാ കേരളം കണ്ടേ? അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അതുപോലെ അവരുടെ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായില്ലേ? അതുപോലെ എത്രയോ സാഹചര്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഇവിടെ എടോ ഗോവിന്ദ, എടോ വിജയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെല്ലാം ബഹുമാനത്തോടെ കാണുന്ന പല നേതാക്കന്മാരെ അഡ്രസ്സ് ചെയ്യുമ്പോഴും എല്ലാം പോട്ടെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് കഴിഞ്ഞ 8 വർഷമായി കൊടുക്കുന്ന ആ പൊതിച്ചോറുണ്ടല്ലോ, ആ വയറെറിയാതെ മിഴി നിറയാതെ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന, മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കൊടുക്കുന്ന പൊതിച്ചോറ്, അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതിന് പിന്നിൽ എന്താണെന്നാണ് പറഞ്ഞത്? അനാശാസ്യമാണെന്നാ പറഞ്ഞത്. വീട്ടമ്മമാർ സ്വന്തം വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണമില്ലെങ്കിലും, അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും 3ഉം 4ഉം പൊതി ഉണ്ടാക്കി കൊടുത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ക്യാൻസർ രോഗികൾ അടക്കമുള്ളവർക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ കൊടുത്തുവിടുന്ന ആ പൊതിച്ചോറിന്റെ പിന്നിൽ നിരവധി അനാശാസമുണ്ടെന്ന് പറഞ്ഞു. ആ അനാശാസത്തിന്റെ പേരിൽ അത് പറഞ്ഞയാൾ പുറത്തു പോകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത പത്രത്താളുകൾ വെച്ച് അതേ പൊതിച്ചോറ് പൊതിഞ്ഞുകൊണ്ട് ഇതേ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു സംഘടനയായി DYFI മാറി. എന്ത് പറയുമ്പോഴും അതിന്റെ സത്യസന്ധത വേണ്ടേ? ഒരു ധാർമ്മികത വേണ്ടേ? വസ്തുതയുമായി ഒരു ബന്ധം വേണ്ടേ? ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പുലബന്ധം വേണ്ടേ? അതൊന്നുമില്ലാതെ എന്തും ചെയ്യാം, എന്തും പറയാം എന്ന രൂപത്തിൽ പോകുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ്, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്തൂരി അടുപ്പിൽ വെച്ച് നൈനാസ് രാഹ്നി എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്ന പ്രസ്ഥാനമായത്. അഖിലേന്ത്യാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്നു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തു ജീവപര്യന്തം തടവും മറ്റു കാര്യങ്ങളും എല്ലാം. ഇതിപ്പോ സംസ്ഥാന പ്രസിഡന്റായപ്പോ ഇങ്ങനെ, ഇത് അഖിലേന്ത്യാ തലത്തിലേക്ക് വരുമ്പോ എങ്ങനെയാകുമായിരുന്നു? അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്, ഈ ജനതയോടുള്ള കുറ്റകൃത്യമാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനതയോട് മാത്രമല്ല, ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒരു യുവജന നേതാവിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുമ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഓഫീസുകളിൽ പോകുന്ന എല്ലാവരും, അവർക്കെല്ലാം വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അതുകൊണ്ട് ന്യായീകരണമെല്ലാം അവസാനിപ്പിച്ചു. ഇപ്പൊ TN പ്രതാപൻ രംഗത്ത് വന്ന് പറഞ്ഞു ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. കോൺഗ്രസിലെ പല നേതാക്കന്മാരും പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാർ പല രൂപത്തിൽ
തോളിൽ കൈയിട്ട് നടക്കുന്നവന്റെ കുത്തിന് ആഴം കൂടും. അങ്ങ് വലിയ തരത്തിൽ അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ചർച്ചകൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് ഇത് ആരുടെയും തലയിൽ വെച്ചതല്ല. നിങ്ങൾ സാധാരണ ഇത്തരം ആരോപണം എന്തു വന്നാലും അതിന്റെ പിന്നിൽ ഇടതുപക്ഷമാണെന്നാ പറയാറ്, അല്ലെങ്കിൽ BJP ആണെന്ന് പറയും, ഒരു കാര്യമില്ലെങ്കിൽ മാധ്യമങ്ങളാണെന്ന് പറയും. ഇത് കൃത്യമായി തെളിവുകളോടെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട, ഏറ്റവും വിഷമത അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നു കൊടുത്ത പരാതിയാണ്. അതുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്തണ്ട, ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ തലയിട്ടും വെക്കേണ്ട. നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. അത് കൃത്യമായി നിയമത്തിന്റെ വഴിയിലൂടെ അത് കടത്തിവിടാനുള്ള സംവിധാനം ചെയ്യുക. ഇത്തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിച്ചാൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ശരി.